അവിക്ബന്ന വാതിൽ തുറക്കും മോനെ. മുത്തശ്ശി മോന് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. റാണിയമ്മേ, അവിക്ബന്ന ഇപ്പൊ ഭക്ഷണം കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ മരുന്നെടുക്കാൻ കഴിയില്ല. ഇപ്പൊ തന്നെ അമ്മ അച്ഛനും നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ നിന്ന് അവൻ തിരിച്ചു കയറിയിട്ടില്ല. അത് മാത്രമല്ല, റോജയും ഇവിടെയില്ല. ഇനിയിപ്പോ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ? നീ പറയുന്നത് ശരിയാണ്. എനിക്കും അവിക്ബണ്ണയെ കുറിച്ച് ഓർത്ത് വിഷമമുണ്ട്. അവൻ എങ്ങനെയെങ്കിലും ഈ ആഹാരം കഴിച്ചേ പറ്റൂ. എന്തെങ്കിലും ചെയ്യണം. അവിക്ബണ്ണ, പ്ലീസ് വാതിൽ തുറക്ക്. കുറച്ചെങ്കിലും കഴിക്ക്. ഇപ്പൊ നീ ഈ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഈ മുത്തശ്ശി ഒന്നും കഴിക്കില്ല. സമീർ ബണ്ണ, ഇത് കണ്ടില്ലേ? നീ അവിക്ബണ്ണയെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. വാതിൽ തുറക്കാൻ പറയാ. അവൻ ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. എലി അവിടെ വിശന്ന് തളർന്ന് ഉറങ്ങുന്നു, പൂച്ചപ്പുറത്ത് പാഞ്ഞു നടക്കുന്നു. ചേച്ചിയുടെ ഓർമ്മയിൽ അവൻ തുടിക്കട്ടെ. ഒരു സത്യം പറയട്ടെ, അതായത് രാജകുമാരന്റെ ഈ അവസ്ഥ കണ്ട് ഞാൻ എന്റെ കാലിന് വേദനകം മറന്നുപോയി. ഭയങ്കര സന്തോഷത്തിലല്ലേ? അവളെ കൊട്ടാരത്തിൽ നിന്ന് ഓടിച്ചതിന്റെ ആഘോഷം ഗംഭീരമാക്കണം. പക്ഷെ ഉള്ളത് പറയാലോ, മനസ്സിനകത്ത് വല്ലാത്ത പേടിയുണ്ട്. അവിക്ബന്നയുടെ ഈ അവസ്ഥ കണ്ട് റാണിയമ്മയ്ക്ക് മനസ്സലിഞ്ഞ് ആ റോസിനെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കരുത്. ഇല്ല ഇല്ല, ഒരിക്കലുമില്ല പ്രതാപ്. ആ പെങ്കൊച്ചു റോജ ഇനി എന്ത് സംഭവിച്ചാലും ഈ കൊട്ടാരത്തിനുള്ളിലേക്ക് തിരികെ വരാൻ പറ്റില്ല. അങ്ങനെ പറ. നീ ആ സമീർ ബന്നയെ കുറിച്ച് കൺട്രോളിൽ വെക്കണം. രണ്ട് അനാഥ പിള്ളേർക്ക് ഇവൻ നേതാവാകാതിരുന്നാൽ അത്രയും നല്ലത്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഓരോ കാര്യത്തിനും എൻ്റെ അടുക്കൽ വ്യത്യസ്തമായ വഴികളുണ്ട്. ഞാനും വലിയ വലിയ കളികളൊക്കെ കളിച്ചിട്ടുണ്ട്. പറഞ്ഞത് ശരി തന്നെ. അവീക്, റോജ ചേച്ചി വന്നോ? അവീക്, മുറിയൻ തുറക്ക്. സോറി അവീക്, റോജാനെ ഞാൻ ഉറപ്പായിട്ട് കണ്ടുപിടിച്ച് നിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തും. അവിക്ബണ്ണ, ദാ കണ്ടോ, മോൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. അവീക്, ഞാൻ റോജയോട് പറഞ്ഞിട്ടുണ്ട് എത്രയും വേഗം തിരിച്ചു വരാനായിട്ട്. ഇപ്പൊ നീ ഫുഡ് കഴിക്കണം, ഓക്കെ? ഐ പ്രോമിസ്, നിന്റെ ചേച്ചി റോജയെ ഞാൻ ഈ കൊട്ടാരത്തിൽ തിരിച്ചു കൊണ്ടുവരും. സോറി അവിക്, ഇതുവരെ എൻ്റെ പ്രോമിസ് കീപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. ഐ പ്രോമിസ്, റോജയെ ഞാൻ ഈ കൊട്ടാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അവിക്, അവിക്, അവിക്ബണ്ണ, കഥ അടക്കില്ലേ? അവിക്ബണ്ണ, അവിക്ബണ്ണ. ദേവി മഹാമായേ, വീർഗഡിന്റെ രാജസിംഹാസനം കുറെ നാളുകളായി ഒരു രാജാവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. രാജകുമാരന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി ഈ കൊട്ടാരവും കാത്തിരിക്കുകയാണ്. ഒരു മുത്തശ്ശി തന്റെ പേരക്കുട്ടിയുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ദേവി എന്നെ സഹായിക്കണം. ദേവിയോട് ഞാൻ കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ്. അവിക്ബണ്ണയ്ക്ക് അവന്റെ ചിരിയും അവന്റെ സന്തോഷവും തിരിച്ചു നൽകണേ ദേവി. ചിരിയും സന്തോഷവും കൊണ്ടുവരാൻ പറ്റും റാണിയമ്മ. പക്ഷെ അതിനുവേണ്ടി റോജയെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. അത് അവിക്കിൻ്റെ സന്തോഷം മാത്രമല്ല, ആരോഗ്യം തിരിച്ചുകൊണ്ടുവരും. റോജയുടെ കണ്ണിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, അത് സ്നേഹവും കെയറുമായിരുന്നു. അവളെ നിങ്ങൾക്ക് ഒരുപാട് നാൾ ഇങ്ങനെ മാറ്റി നിർത്താനാവില്ല റാണിയമ്മേ.
ഒരിക്കലും എന്റെ മൗനത്തെ എന്റെ ബലഹീനതയായി കണക്കാക്കാൻ പാടില്ല സമീർ ബണ്ണ. റോജ, കണ്ണുകളിൽ ഞാൻ അവളുടെ വിശ്വാസവഞ്ചന മാത്രമാണ് കണ്ടത്. അവൾക്ക് അവിക് ബണ്ണയെ കുറിച്ചല്ല, തന്നെ കുറിച്ചാണ് ചിന്ത. അവൾ ആഗ്രഹിച്ചാൽ പോലും അവളെ ഈ കൊട്ടാരത്തിന്റെ വാതിൽപ്പടി പോലും ചവിട്ടാൻ ഞാൻ അനുവദിക്കില്ല. അതൊട്ടും നല്ലതല്ല റാണിയമ്മേ. അവളുടെ അനിയന് വേണ്ടി അവൾ ഒരു പാരം തിരിച്ചു വരും. പിന്നെ ഞാൻ അതെന്തായാലും നടത്തി കൊടുക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ടെൻഷനെല്ലാം ചാക്കിൽ കെട്ടി മേലോട്ട് പറത്തിക്കളഞ്ഞ് സന്തോഷം കൊണ്ടുതരും. എന്താ ഇത്? അവിക് ബണ്ണ ചിരിക്കുന്ന ശബ്ദമാണല്ലോ ഇത്. നീ കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ആ ബലൂൺ ഒരിക്കലും താഴെ വീടില്ല. കഴിക്ക്. ഞാൻ സംസാരിക്കുന്നത് കുറച്ചാണ്, പക്ഷേ ബഹളമുണ്ടാക്കുന്നതോ കൂടുതൽ. എല്ലാവരും അതിൽ വീണുപോകും. എന്റെ കുറുമ്പുകൾ നിങ്ങളെ സന്തോഷിപ്പിക്കും. ഞാനാണ് നിങ്ങളുടെ പേഴ്സണൽ ജോക്കർ, നിങ്ങളുടെ മനം മയക്കും മസ്കാര. സന്തോഷം പകരും ഞാൻ. നിങ്ങൾ തന്നെ പറയും മതി 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 എന്ന്. ഇതെന്തൊരു അതിശയമാണ് ഈ കാണുന്നത്. അവിക് ബണ്ണ റോജ ഇല്ലാതെ ഭക്ഷണം കഴിക്കുന്നല്ലോ. ഇതെങ്ങനെയാ സംഭവിച്ചത്? ഇത്രയും വർഷത്തിനിടയ്ക്ക് അവിക് ബണ്ണയെ ഞാൻ ഇതുപോലെ കണ്ടിട്ടേയില്ല. ഈ പയ്യനേതാ? ഹലോ, ഒരു മിനിറ്റ്. ഈ പയ്യൻ ആരാണ്? രാജ്, നിനക്ക് എത്ര വേണമെങ്കിലും എന്നെ സംശയിക്കാം, പക്ഷെ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്റെ അടുത്തുണ്ട്. നീ കണ്ടില്ലേ അവിക് ബണ്ണയെ ഞാൻ എങ്ങനെയാണ് ചിരിപ്പിച്ചതെന്ന്? നിങ്ങൾ അവിക് ബണ്ണയെ ചിരിപ്പിച്ചിരിക്കുന്നു. പക്ഷെ വീണ്ടും ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് എന്നെ നിങ്ങൾ കരയിപ്പിച്ചു. നിങ്ങളോട് ഞാൻ എന്തു പറയാനാ? അവന്റെ സന്തോഷം നിങ്ങൾ തിരിച്ചു നൽകി. അതിന് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. നീ എന്തിനാ ഇത്രയധികം ഇമോഷണൽ ആവുന്നത്? ദേ നോക്കിവനെ, ഞാനാണ് കൂട്ടിക്കൊണ്ട് വന്നത്. മസ്കാര എന്റെ കൂടെയാണ് വന്നത്. ഞാൻ ഇവിടെ ഡ്യൂട്ടി കൊടുത്തു ഇവന്. ഇവൻ ദിവസവും അവിക് ബണ്ണയെ ചിരിപ്പിക്കും. അതുകൂടാതെ ഇവനെ നന്നായി നോക്കുകയും ചെയ്യും. പിന്നെ കുറേശ്ശെയായിട്ട് അവിക് ബണ്ണ അവന്റെ സിസ്റ്ററിനെ പതിയെ പതിയെ ഏയ് മസ്കാര, എടോ നിന്നെയാ. ഇങ്ങോട്ട് തിരിഞ്ഞേ. ഞാനിതാ വരെയാണ് അവിക്. മസ്കര ഇസ് റെഡി. മഹാറാണിയോട് നിന്റെ പേര് പറ. എന്റെ പേര് ലുട്ടാപ്പി, കുട്ടികളെ ചിരിപ്പിക്കുന്ന മാന്ത്രികൻ. ആദ്യം നിങ്ങളൊന്ന് നേരാവണ്ണം നിക്ക്. താൻ ഒരു കാര്യം ആദ്യം ചെയ്യേ. തൽക്കാലം ഡാൻസ് നിർത്തി നേരെ നിൽക്കാൻ നോക്ക്. രാജ്, ഇവൻ വളരെ സത്യസന്ധനാണ്, നല്ല പയ്യനാണ്. ഇവന്റെ പാരമ്പര്യമായിട്ടുള്ള ജോലി കൊച്ചുകുട്ടികളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങളെ മുൻപ് എവിടെ വെച്ചോ കണ്ടിട്ടുള്ളതുപോലെ തോന്നുന്നു. കൊട്ടാരത്തിൽ ആവശ്യത്തിനായിട്ട് ഒരു മസ്കാര ആവശ്യമുണ്ട്. അത് മാത്രമല്ല, രാജകുമാരനെ ആരെങ്കിലും ചിരിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി സമ്മാനങ്ങൾ കിട്ടും. കൊട്ടാരത്തിലോ? അവിക്കനാണ് ഒരു കോമാളി ആവശ്യം. താങ്ക്
താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ദുർഗാദേവി. നിങ്ങളൊരു നല്ല വഴിയാ കാണിച്ചെന്നേ. കരയുന്ന കുഞ്ഞുങ്ങളെ എനിക്ക് ചിരിപ്പിക്കാൻ കഴിയും. സങ്കടങ്ങളെ സന്തോഷമെന്ന കടലിൽ മുക്കിത്താഴ്ത്താൻ പറ്റും. സോഷ്യൽ മീഡിയ തുറന്നു നോക്കൂ, എനിക്ക് 2 മില്യൺ ഫോളോവേഴ്സ് ആണ്. അപ്പപ്പം നമുക്ക് ഒന്ന് കഴിച്ചാലോ മോനെ? ഒന്ന് കഴിച്ചു നോക്ക്. രാജ്, കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഇപ്പോഴാണ് ഞാൻ അവിക് ബന്നയുടെ മുഖത്ത് ചിരി കാണുന്നത്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഈ രസികനെ ഞാനിപ്പോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നില്ലേ, ഇവൻ ശരിക്കും നല്ല കഴിവുള്ളൊന്നും തന്നെയാ, ശരിയല്ലേ? റാണിമേ, ഇങ്ങനെ വെളിയിൽ നിന്ന് വന്ന ഒരാളെ നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അവീക്കിന്റെ സിസ്റ്ററിനെ പോലും വിശ്വാസമില്ല, പിന്നെ ഇതെങ്ങനെ? അതും അറിയാത്തൊരാള്. ഐ എം സോറി സമീർ, ഞാൻ ആരാന്ന് നിന്നോട് പോലും എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഞാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നീ അവിക്കിനെ നന്നായി നോക്കിയിട്ടുണ്ടെന്ന്. നമ്മുടെ ഈ കൊട്ടാരത്തിന്റെ രാജകുമാരനെ ഒന്നും അറിയാത്ത ഒരാളുടെ കൊടുക്കുക എന്നത് ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി റാണിയമ്മേ. അവിക്കിന്റെ കൂടെ ഇരിക്കാൻ എനിക്ക് ഇത് അവസാനത്തെ ചാൻസ്. അനാവശ്യ റാണിയമ്മയുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കി എന്നെ ഇവിടെ നിന്ന് ഓടിക്കല്ലേ പ്ലീസ് സമീർ, പ്ലീസ്. പോങ്ക, നിന്നെക്കുറിച്ച് എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. വീർഘട്ടിന്റെ അടുത്തുള്ള സ്ഥലമാണ് മൽഹാരി. അച്ഛന് തീരെ സുഖമില്ല. പാവം, അദ്ദേഹം കിടന്ന കിടപ്പിലായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ എന്റെ കഴിവ് കാണിക്കാൻ പോവാ. നിങ്ങൾ 7 തലമുറകളായിട്ട് ഇതേ ജോലി തന്നെയാണ് ചെയ്യുന്നതെന്ന് കേട്ടല്ലോ. അതേ തിരുമനസേ, ഈ ജോലിയൊക്കെ വിശ്വസിച്ച് കുടുംബം നടത്താൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ എന്റെ അച്ഛനും അതുപോലെ മുത്തശ്ശനും ഈ ജോലി വിട്ട് വേറെ ജോലിക്ക് പോയി. ഞാനൊരു സത്യം പറയട്ടെ, എനിക്കാണെങ്കിൽ ആളുകളെ ചിരിപ്പിക്കാനല്ലാതെ വേറൊരു ജോലി അറിയില്ല. അച്ഛന്റെ പേരെന്താ? രാജ്, നിനക്കെന്താ തോന്നുന്നത്? ഇവനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്ന മുമ്പ് ഞാൻ എൻക്വയറി ചെയ്തിട്ടില്ലെന്നാണോ? ഇതിപ്പോ അവീക്കിന്റെ കാര്യമായതുകൊണ്ട് ഒരു ഡബിൾ ചെക്ക് ചെയ്യുന്നതിൽ എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് പ്രശ്നം? അതിപ്പോ ഒന്നും അറിയാത്ത ഒരാളെ എങ്ങനെയാണ് അവീക്കിന്റെ കൂടെ നിർത്തുന്നത്? റോജയോട് ഞാൻ സത്യം ചെയ്താണ് ഞാൻ ഇവിടെ നോക്കിക്കൊള്ളാന്ന്. ശരി, നീ റോജയ്ക്ക് വാക്ക് കൊടുത്തു തന്നെ ഇരിക്കട്ടെ. അപ്പോ നിനക്ക് മാത്രമേ ഈ അവിക് ബന്നയുടെ കാര്യത്തിൽ ഉൾക്കണ്ടേ എന്നാണോ? ഞങ്ങൾക്ക് ആർക്കും ഇല്ലെന്നാണോ? ഞങ്ങളും അവയ്ക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലേ? എന്നോട് ക്ഷമിക്കണമെങ്കിൽ, നിങ്ങൾ അവീക്കിനെ ഇത്ര നന്നായിട്ട് നോക്കിയിരുന്നെങ്കിൽ അവീക്കിനെ ആരും ഒരിക്കലും കിഡ്നാപ്പ് ചെയ്യില്ലായിരുന്നു. എന്നോട് തർക്കത്തിനും പറയാൻ മാത്രം ഇവന് ധൈര്യമായോ? മരുമകളോട് ഇവനെ കുറിച്ച് പറഞ്ഞേ തീരൂ. എനിക്കിത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതായത് ഞാൻ ഈ പയ്യനെ എവിടേക്ക് അന്വേഷിച്ചിട്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് നിനക്കറിയാമോ? പക്ഷെ ഇവനാണെങ്കിൽ ചോദ്യങ്ങളോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പറയേ, ഈ കൊട്ടാരത്തിൽ എനിക്ക് എന്തെങ്കിലും വിലയുണ്ടെന്ന് ഇപ്പൊ അറിയണം. അപമാനിക്കുന്നത് കണ്ടില്ലേ? ഒന്നും മിണ്ടാതിരിക്കും സമീർ ബണ്ണ. പോങ്ക, ഓർമ്മയിരിക്കട്ടെ, നിങ്ങളെ ഞങ്ങൾ 24 മണിക്കൂറും ശ്രദ്ധിക്കും. നിങ്ങൾ ഇതേപോലെ അവിക് ബണ്ണയെ സന്തോഷത്തോടെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജോലി പെർമനന്റ് ആക്കുന്നതിനെ കുറിച്ച് ഞാൻ നോക്കും. പക്ഷെ റാണിയമ്മ, സമീർ ബണ്ണ, അവിബണ്ണയുടെ കാര്യത്തിൽ നിനക്ക് കരുതലുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ അത് നിനക്ക് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാവർക്കും അവനെക്കുറിച്ചുള്ള കരുതലുണ്ട്. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട കാര്യമില്ല. അവിക് ബണ്ണ, നന്ദി തിരുമനസേ, ഞാൻ നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കുകയില്ല. നിന്നെ ഇന്നു മുതൽ നോക്കാൻ പോകുന്നത് ഞാനായിരിക്കും. നോക്കോ. അവിക് ബന്ന, അവിക് ബന്ന, നീ എവിടെയാ ഉള്ളത്? അവിക്
കയ്യിൽ ഈ ലോക്കറ്റ് ഉള്ളിടത്തോളം കാലം നമ്മുടെ മനസ്സ് എപ്പോഴും ഒന്നായി തന്നെ ഇരിക്കും. ആർക്കും നമ്മളെ പരസ്പരം പിരിക്കാൻ കഴിയില്ല. അവിക്ക് എന്നെ ഈ കോമാളി വേഷത്തിലും കണ്ടുപിടിച്ചു. I missed you so much, Avik. എനിക്ക് നിന്നെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരുന്നു. നീ ഇവിടെ ഓക്കെ ആണല്ലോ അല്ലേ? എനിക്ക് നിന്റെ അടുത്തേക്ക് വരാൻ വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. ഇനി ഞാൻ ഈ കൊട്ടാരത്തില് ഇങ്ങനെ മാത്രമേ ജീവിക്കാൻ പറ്റൂ. ഈ കാര്യം ഈ കൊട്ടാരത്തിലുള്ള ആരും തന്നെ അറിയാൻ പാടില്ല, അവിക്. സമീർ പോലും. ഈ കാര്യം ഞാനും നീയും മാത്രമേ അറിയാൻ പാടൂ. പൊങ്ക, ഞങ്ങൾ രണ്ടുപേരും കരയുന്ന ദിവം കണ്ട എല്ലാം ഇവന് മനസ്സിലാവും. അവീക്, എന്താ പറ്റി നിനക്ക്? നീ എന്തിനാ കരയുന്നേ? ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? സമീർ അവിക്കിനെ എത്ര നന്നായാ നോക്കുന്നത്. ഈ വാതിൽ എന്തിനാ അടച്ചത്? അവിക്ക് എന്തിനാ കരയുന്നത്? പറയാൻ. എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല. നിന്റെ വളർത്തു മകൻ എല്ലാ കാര്യത്തിലും തലയിടുകയാണ്. അവനെ മര്യാദയ്ക്ക് അടക്കി നിർത്ത്. ഇവന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ പെണ്ണ് നേരെ ഇങ്ങോട്ട് തന്നെ ആയിരിക്കും വരിക. എന്റെ അച്ഛ, അവൻ അവിക്കിനെ കുറിച്ചുള്ള ചിന്തകളുമായി അവിടെ എങ്ങനെ ഇരുന്നോട്ടെ. റാണിയമ്മയ്ക്ക് അത് കാണുമ്പോ സന്തോഷാവില്ലേ? അതൊക്കെ വേറെ കാര്യമാ. രാജ് സന്തോഷമായിട്ടിരിക്കുന്നു പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. എനിക്ക് ആ പെണ്ണിന്റെ കാര്യം ഓർത്തേ ഉള്ളൂ വിഷമം. അവൾ ആ കൊട്ടാരത്തിലിരിക്കുന്ന സമയത്ത് എല്ലാവരെയും ആട്ടിപ്പായിച്ചിട്ടുള്ളതെന്ന് നിനക്കറിയാവല്ലോ. അത് തന്നെ അച്ഛാ, ഞാനും അത് തന്നെ ചിന്തിക്കുന്നേ. ഇത്രയും നാള് ഇത്രയും പേരുടെ ഇടയിൽ നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ പെങ്കൊച്ച് അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ടാ വിശ്വസിക്കാൻ പറ്റാത്തത്. അവൾ അവളുടെ അനിയൻ അവിക്കിനെ ഇത്രത്തോളം സ്നേഹിക്കുന്ന സ്ഥിതിക്ക് അവൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോകാൻ സമ്മതിച്ചത്? അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് എന്തായാലും നന്നായില്ലേ? ദേ നോക്ക്, ആ പെണ്ണ് കൊട്ടാരം വിട്ടു പോയതോർത്ത് നീ ഇപ്പൊ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും നിർത്തി പൊരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നിനക്കറിയാലോ. എനിക്ക് പ്രശ്നമല്ല, എന്റെ സംശയമാണ് അച്ഛാ. എനിക്കെന്താ തോന്നുന്നില്ല ആ പെങ്കൊച്ചു റോജ ഈ കൊട്ടാരം വിട്ടു പോയെന്നുള്ളത്. എനിക്ക് തോന്നുന്നത് അവൾ ഈ കൊട്ടാരത്തിന്റെ അടുത്ത് തന്നെ എവിടെയെല്ലാം ഉണ്ടെന്നുള്ളതാണ്, നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ട്. എനിക്കെന്തായാലും ഉറപ്പിച്ചു പറയാൻ കഴിയും അവൾ മറ്റെന്തോ വലുതായി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഈ സമയത്തെന്ന്. സമീർ ഒരു കാര്യം പറഞ്ഞത് എന്തായാലും ഉറപ്പുള്ള കാര്യം, ആ പെങ്കൊച്ച് ഉറപ്പായും തിരിച്ചു വരുമെന്നുള്ളത് ഈ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക്. പക്ഷെ അവൾ ഈ കൊട്ടാരത്തിൽ വരുന്നതിന് മുമ്പ് നമ്മളെല്ലാത്തിനും തയ്യാറായിരിക്കണം. നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ ആ പെങ്കൊച്ച് ഇപ്പോൾ എവിടെയാണെന്നുള്ളത്. അയ്യോ എന്റെ കൊച്ചു തമ്പ്ര, അതൊന്നുമില്ല. ഞാൻ ഈ രാജകുമാരനെ ചിരിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ചിരിച്ചിരിച്ച് ആനന്ദ കണ്ണീര് വന്നതാ. കള്ളത്തരം പറയരുത്. ഇത് കൊള്ളാലോ. ഞാൻ പറയുന്നതിൽ വിശ്വാസമല്ലേ? എന്നാ പിന്നെ രാജകുമാരനോട് നിങ്ങൾ തന്നെ ചോദിച്ചോ. രാജകുമാരോ, എങ്ങനെ ഇരിക്കണേ? ശരി ശരി, നിനക്കിനിപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ആ ഈ റൂമിന് വെളിയിൽ മാത്രം മതി. മനസ്സിലായോ? ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, എല്ലാം മനസ്സിലായി. ശരി, വെക്കോ. ഇപ്പൊ നിനക്ക് സന്തോഷമായോ? എനിക്കൊരു കാര്യം അറിയണം. നീ ഇവിടെ വരാനായിട്ട് എന്താ കാരണം പൊങ്ക?
ഞാൻ പറയുന്നത് കേക്ക്. ആ പെണ്ണെ കുറിച്ച് നീ ആലോചിക്കുക പോലും വേണ്ട. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും രാജ് ഇനി അവളെ കൊട്ടാരത്തിൽ കയറ്റാൻ പോകുന്നില്ല. നീ നിന്റെ മകനെ നന്നായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലേ എന്തിനാ അളിയൻ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? എന്റെ ചേച്ചി പറയുന്നത് മാത്രമേ ആ സമീർ തന്നെ ചെയ്യൂ. നിന്റെ ചേച്ചി എപ്പോഴാ സംസാരിക്കാൻ പോകുന്നത്? കഴുത്തിട്ട് മുങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴാണ് സംസാരിക്കാൻ പോകുന്നത്. അച്ഛാ, സമീറിനെ കുറിച്ച് ആലോചിച്ച് ഇത്രയധികം വ്യാകുലപ്പെടേണ്ട. അവനൊന്നും അറിയുകയുമില്ല, അവനൊന്നും അറിയാനും പാടില്ല. നമ്മളിപ്പോ ചിന്തിക്കേണ്ടത് ആ റോജയെ കുറിച്ച് മാത്രമാണ്. അവളെ മറ്റാരെങ്കിലും കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ അവളെ കണ്ടുപിടിച്ചേ പറ്റൂ. ദേ നോക്ക് മരുമകളെ, ഞാൻ പറയാൻ വന്നത് ഒരേ ഒരു കാര്യം മാത്രമാ. രാമായണം മുതൽ മഹാഭാരതം വരെ എടുത്തു നോക്കിയാൽ അതിൽ നമ്മുടെ ബന്ധുക്കളൊക്കെ ചതി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാ പറയുന്നത്, നിന്റെ ആ വളർത്തു മകനുണ്ടല്ലോ, നമ്മുടെ ചിതയെ കൊളുത്തുന്നതിന് മുമ്പായിട്ടേ നീ എന്തെങ്കിലും ഒന്ന് ചെയ്ത് അണച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ നീ അവരെ വിളിച്ചെന്തെങ്കിലും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്ക്. സമീർ പെങ്കുച്ചു റോജ ഈ കൊട്ടാരം വിട്ടു പോയെന്നുള്ളത് അത് അപകടകരമാകാൻ സാധ്യതയുണ്ട്.